भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കണ്ണൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 881 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 28 അധ്യായം ഉദ്ധവഗീതയിൽ അഥവാ ഭഗവതുദ്ധവ സംവാദത്തിൽ 18 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു, ജ്ഞാനം വിവേകോ നിഗമസ്തപശ്ച പ്രത്യക്ഷമൈതിഹ്യം അധാനുമാനം ആദ്യന്തയോരസ്യ യദേവ കേവലം കാലശ്ച ഹേതുശ്ച തദേവ മധ്യേ. ജ്ഞാനം അറിവ്, വിവേക തിരിച്ചറിവ്, നിഗമ വേദം, തപസ് പ്രത്യക്ഷം സ്വാനുഭവം, ഐതിഹ്യം ഉപദേശം, അധ പിന്നെ അനുമാനം ഊഹം, അസ്യ ഇതിൻ്റെ ആദ്യന്തയോ ആദ്യന്തങ്ങളിൽ, യത് ഏവ കേവലം ഏതൊന്നു മാത്രമോ, മധ്യേ നടുവിലും, തത് ഏവ അത് തന്നെ, ഹേതു കാരണവും, കാലഹ കാലവും. ഭഗവാൻ പറഞ്ഞു, ജ്ഞാനം വന്നു കഴിഞ്ഞാൽ, യഥാർത്ഥമായ അറിവുണ്ടായിക്കഴിഞ്ഞാൽ സംസാരം നശിക്കും. ആ ജ്ഞാനത്തിൻ്റെ സ്വരൂപം, അതുണ്ടാവാൻ വേണ്ട സാധനാനുഷ്ഠാനങ്ങൾ, അതിൻ്റെ ഫലം, ഇതൊക്കെയാണ് ഭഗവാൻ പറയണത്. അപ്പൊ പറയാണ്, നശിക്കുന്ന വസ്തുക്കളിൽ ഒതുങ്ങിയിരിക്കുന്ന നശിക്കാത്ത വസ്തുവിനെ തിരിച്ചറിയുക. ഇതിന് വിവേകം. ആ വിവേകം തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം. ഈ അറിവുണ്ടാക്കണമെങ്കിൽ എന്തു വേണം? വേദവാക്യങ്ങളെ പഠിക്കണം, അർത്ഥാലോചനയോടുകൂടി പഠിക്കണം. വെറുതെ കാണാപാഠം പഠിക്കുകയല്ല, അതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. അങ്ങനെ സ്വധർമ്മം മുടക്കം കൂടാതെ നടത്തുകയും വേണം. അവനവൻ്റെ ധർമാനുഷ്ഠാനങ്ങളെ തടസ്സമില്ലാതെ മുടക്കമില്ലാതെ നടത്തണം. കാര്യകാരണങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇതിൻ്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കും എന്ന് ഊഹിച്ചറിയാനുള്ള സാമർഥ്യം ഉണ്ടാവണം. അനുമാനം ഇതൊക്കെ ഉണ്ടാവുമ്പോഴോ അപ്പോൾ ജ്ഞാനം ഉദിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താന്ന് വെച്ചാൽ,
ഈ കാണുന്ന ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പും നാശത്തിനു ശേഷവും എന്താണ് നിലനിൽക്കുന്നത്? ആ പരമാർത്ഥ ചൈതന്യം തന്നെയാണ് ഇവിടെ ലോകസ്വരൂപമായി പ്രപഞ്ചാകാരമായി നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാവും. ഭിന്ന പദാർത്ഥമല്ല, ആദിയിലും അവസാനത്തിലും ഉള്ളത് തന്നെയാണ് നടുവിലും കാണുന്നത് എന്ന് മനസ്സിലാവും. അപ്പൊ ലോകനിർമ്മാണത്തിനുള്ള പരമാർത്ഥ സാധനവും ലോകത്തെ പ്രകാശിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന കാലവും ആ പരമാർത്ഥ ചൈതന്യമാണ്, ആ ഈശ്വര സ്വരൂപമാണെന്ന് തിരിച്ചറിവുണ്ടാവും. ഒരു ഉറപ്പും ഒരു അനുഭവവും ഉണ്ടാവും. ഇതാണ് അറിവ് കൊണ്ടുണ്ടാകുന്ന ഫലം. അതുകൊണ്ട് ഈ നാനാത്വഭ്രാന്തി, പലത് എന്നുള്ള ചിന്ത നശിച്ച് ഏകവസ്തുബോധം, ഒരേ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ എന്ന ഭാവത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും. ഇതിനെയാണ് സംസാരനാശം എന്ന് വിവക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. യഥാഹിരണ്യം സ്വകൃതം പുരസ്താൽ പശ്ചാച്ച സർവസ്യ ഹിരണ്മയസ്യ തദേവ മധ്യേ വ്യവഹാര്യമാണം നാനാപദേശൈരഹമസ്യ തദ്വൽ. സ്വകൃതം, നന്നായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള, യത് ഹിരണ്യം, ഏതൊരു സ്വർണം, ഹിരണ്മയസ്യ സർവസ്യ, സ്വർണത്തെ വികാരമായിരിക്കുന്ന എല്ലാത്തിൻ്റെയും മുമ്പിലും, പശ്ചാത് പിമ്പിലും, മധ്യേച നടുവിലും, തത് ഏവ അത് തന്നെ, നാനാപദേശൈർ പലതരത്തിലുള്ള പേരുകൾ ഉണ്ട്, പേരുകൾ കൊണ്ട്, വ്യവഹാര്യമാണ് പെരുമാറ്റം ചെയ്യപ്പെടുന്നതായിട്ട്, യഥാ ഏത് വിധത്തിൽ കാണപ്പെടുന്നുവോ, തദ്വത് അതുപോലെ, അഹം അസ്യ ഞാനും ഈ ലോകത്തിനും. അപ്പോ ഈ ഞാൻ ഈ ലോകത്തിന് എങ്ങനെയാണ് എന്ന് പറയുകയാണ്. ആത്മാവാണ് സകലമായി മിന്നിത്തിളങ്ങുന്നത്. അതിനൊരു ദൃഷ്ടാന്തം പറയുകയാണ്. സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ എല്ലാം സ്വർണം തന്നെ, അല്ലേ? ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചില ആളുകളെ കടക ഉണ്ടാക്കണു, കിരീടം ഉണ്ടാക്കണു, അല്ലെങ്കിൽ പുതിയ ഭാഷയിലാണെങ്കിൽ വള, മാല, അതല്ലെങ്കിൽ അരഞ്ഞാണം, പാദസരം, മോതിരം, കമ്മല്, ഇങ്ങനെ പലതും ഉണ്ടാക്കുന്നു. ഇതിന് പല പല രൂപങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ ആ ആഭരണം ഉണ്ടാകുന്നതിന് മുമ്പ് അത് സ്വർണമായിരുന്നു. ആ ആഭരണം സ്വർണമാണ്. ഇനി ഈ ആഭരണം നശിച്ചാലും അത് സ്വർണം തന്നെയാണ്. ആഭരണങ്ങളായിരിക്കുന്ന മധ്യകാലത്തിൽ ഓരോ നാമഭേദങ്ങളും രൂപഭേദങ്ങളും ഉണ്ടാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആഭരണങ്ങൾക്ക് സ്വർണത്തിന്റെ വിലയേ ഉള്ളൂ. അത് സ്വർണമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഉപയോഗപ്പെടാനും വ്യവഹരിക്കാനും വേണ്ടി കൽപ്പിക്കപ്പെട്ട നാമരൂപ ഭേദങ്ങൾ മാത്രമാണ് സ്വർണത്തിനുണ്ടായത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ നാമരൂപങ്ങൾ വെറും കൽപ്പിതമാണെന്നും അത് വ്യാവഹാരികമായ ഒരു ഭാഷ മാത്രമാണ് എന്നും തിരിച്ച് അറിയുക. ഇതിന് ആലോചനാബുദ്ധി വേണം എന്നാണ്. അതേപോലെ തന്നെ ഞാനും ഈ ലോകത്തിൽ പലതായിട്ട് വ്യവഹരിക്കുന്നു. ഞാൻ എന്ന് പറയുന്നത് ഭഗവാൻ. ആ ഭഗവാൻ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പുണ്ടായി, നാശത്തിനു ശേഷവും ഭഗവാനുണ്ട്, മധ്യത്തിൽ ഈ കാണുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാം. ഏതൊരു ചൈതന്യമാണോ അബോധിതമായിരിക്കുന്നത്, ലോകമായിരിക്കുമ്പോഴും അതേ ചൈതന്യമായിട്ട് തന്നെ ആ ലോകം വിളങ്ങുന്നു. ഭഗവാൻ മാത്രമാണ് നിത്യസത്യം എന്ന ബോധ്യത്തിലേക്ക് ഒരു ഉപാസകൻ, ജീവൻ എത്തുന്നു. അവിടെ ജ്ഞാനോദയം ഉണ്ടായി. വിജ്ഞാനമേതത്രയവസ്ഥമംഗ ഗുണത്രയം കാരണകാര്യകർത്തൃ സമന്വയേനാവ്യതിരേകതശ്ച യേനൈവ തുര്യേണ തദേവ സത്യം. എന്താണ് സത്യം? പരമാർത്ഥം എന്താണ്? ഹേ അംഗ, പൂജ്യനായിരിക്കുന്ന ഉദ്ധവ, ത്രയവസ്ഥം മൂന്നവസ്ഥയോടുകൂടിയതും, ഗുണത്രയം മൂന്ന് ഗുണങ്ങളോടുകൂടിയതും, കാരണകാര്യകർത്തൃ കാരണം കാര്യം കർത്താവ് എന്നിങ്ങനെ മൂന്ന് വിധത്തിലിരിക്കുന്നതും, ഏതത് വിജ്ഞാനം അത് ഈ അറിവ് തന്നെ, തുര്യേണ നാലാമത്തേതായ ഏന ഏവ
ഏതൊന്നിനോടുള്ള സമന്വയേന ചേർച്ച കൊണ്ടും വ്യതിരേകത വേർപാട് കൊണ്ടും പ്രകാശിക്കുന്നു. തത് ഏവം സത്യം, അത് തന്നെയാണ് പരമമായ ആ ചൈതന്യം, പരമാർത്ഥം എന്ന് പറയുന്നു. അപ്പൊ കാര്യവും കാരണവും ഒന്നായിരിക്കുന്നത് പോലെ പ്രാകാശ്യ പ്രകാശകങ്ങളും ഒന്ന് തന്നെ. 3 അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകളോടുകൂടിയ മനസ്സും ആ അവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്ന 3 ഗുണങ്ങളും ഇന്ദ്രിയങ്ങളും ഭൂതങ്ങളും ഭൂതാദിദേവതകളും ഉൾപ്പെട്ട 3 തരത്തിലുള്ള ജഗത്തും ഇതിൽ നിന്ന് വേറിട്ടിരിക്കുന്ന 4ാമത്തെ വസ്തുവായ വിജ്ഞാനത്തോട് ചേർന്നിട്ട് പ്രകാശിക്കണമെന്നാണ്. ഈ പ്രകാശത്തിൽ നിന്ന് വേറിടുമ്പോൾ ഇല്ലാത്തതായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് എല്ലാത്തിനും അവലംബമായിരിക്കുന്ന ആ വസ്തു സ്വതന്ത്രമാണ്, സ്വതസിദ്ധമാണ്, സ്വയമേവ പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സത്യവുമാണ്. ആ വസ്തുവാണ് വിജ്ഞാനം. പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം, അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. തമേവ ഭാന്തമനുഭാതി സർവം. സ്വപ്രകാശാത്മകമായ വിജ്ഞാനത്തെ അനുസരിച്ച് സകലതും പ്രകാശിക്കുന്നു. സ്വയമേവ പ്രകാശിക്കാനുള്ള കഴിവ് ഈശ്വരന് മാത്രമാണ്, ബ്രഹ്മത്തിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ സ്വയമേവ പ്രകാശിക്കുന്ന സ്വരാട്ടായിരിക്കുന്ന വിജ്ഞാനത്തോട് ചേർന്നിരിക്കുമ്പോൾ അതിന് പ്രകാശം ഉണ്ടാവുന്നു. ചേരാതിരിക്കുമ്പോൾ ഒന്നും തന്നെ ഉള്ളതായിട്ട് കാണപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രകാശകമായിരിക്കുന്ന ആത്മാവിനെ കൂടാതെ പ്രാകാശ്യമായ ജഗത്ത് വേറെ ഇല്ല, ജഗത്തിന് അപസ്ഥാനമില്ല. എന്നിട്ട് പറയുന്നു, നയത് പുരസ്താദുത എന്ന പശ്ചാന്മധ്യേച തന്ന വ്യപദേശമാത്രം ഭൂതം പ്രസിദ്ധം ച പരേണ യത് യത് തദേവ തൽസ്യാദിതി മേ മനീഷ. യത് യത് യാതൊരു വസ്തു പരേണ ഭൂതം അന്യമായ വസ്തു കൊണ്ട് ഉണ്ടായതായും പ്രസിദ്ധം പ്രകാശിപ്പിക്കപ്പെട്ടതായും ഭാവിക്കുന്നു. തത് ഏവ അത് തന്നെ തത്സ്യാൽ അതായി മാറും. ഇതി മേ മനീഷ എൻ്റെ നിശ്ചയം. ഭഗവാൻ പറയാണ്, യത് പുരസ്താദ് ന മുമ്പിൽ ഇല്ലയോ, മധ്യേച മധ്യത്തിലും അത് തത് ന അതില്ല, വ്യപദേശമാത്രം പേരു മാത്രമേ ഉള്ളൂ എന്ന് ഭഗവാൻ പറയുകയാണ്. ഏതൊരു വസ്തുവിനെ അവലംബിച്ചിട്ടാണോ മറ്റൊരു വസ്തു ഉള്ളതായും പ്രകാശിക്കുന്നതായും കാണപ്പെടുന്നത്, അവലംബഭൂതമായിരിക്കുന്ന ആ വസ്തു സത്യം, ആദ്യവും അവസാനവുമില്ലാത്തതായ സാധനം മധ്യത്തിലുമില്ല, ഉണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അത് കേവലം പേരിനു മാത്രം എന്നാണ് എൻ്റെ നിശ്ചയം, എൻ്റെ മനീഷ, എൻ്റെ ഉറപ്പ്. അപ്പൊ കാരണമായും പ്രകാശകമായും ഇരിക്കുന്ന വസ്തുവിനെ കൂടാതെ കാര്യത്തിൻ്റെ ഉപലബ്ധിയില്ല എന്ന് ഉറപ്പാണ്, അല്ലേ? വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം സർവം ഖല്വിദം ബ്രഹ്മ. ഇങ്ങനെയുള്ള ശ്രുതിവാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ആദ്യം ഉള്ളത് മാത്രമാണ് സത്യം, അതിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് തോന്നുന്നത് നാമവും രൂപവും ഒക്കെ വെറും മായ മാത്രമാണ് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു ഉദ്ധവോപദേശത്തിലൂടെ. അവിദ്യമാനോപ്യവഭാസതേയോ വൈകാരികോ രാജസസർഗ ഏഷ ബ്രഹ്മസ്വയം ജ്യോതിരതോ വിഭാതി ബ്രഹ്മേന്ദ്രിയാർത്ഥാത്മവികാരചിത്രം. യാ വൈകാരിക ഏതൊന്നാണോ വികാരസമൂഹം, ഏഷ സർഗ ഈ സൃഷ്ടി അവിദ്യമാന അപി ഇല്ലാത്തതാണെങ്കിലും രാജസഹ രജോ ഗുണത്തിൽ നിന്നുണ്ടായതായിട്ട് അവഭാസത്തെ പ്രകാശിക്കുന്നു. ഇന്ദ്രിയാർത്ഥാത്മവികാര ചിത്രം ഇന്ദ്രിയങ്ങൾ, തന്മാത്രകൾ, മനസ്സ്, പഞ്ചഭൂതങ്ങൾ ഇവയുടെ ചേർച്ച കൊണ്ടുള്ള ചിത്രം. അതഹ ഇതുകൊണ്ട് ബ്രഹ്മ വിഭാതി ബ്രഹ്മമായിട്ട് വിളങ്ങുന്നു. ഭഗവാൻ പറയാണ് മുമ്പത്തെ ശ്ലോകത്തിൽ, കാരണത്തെ കൂടാതെ കാര്യവും പ്രകാശകത്തെ കൂടാതെ പ്രാകാശ്യവും
ഇല്ല എന്ന് കാണിച്ചു. അത് പ്രകൃതത്തിൽ യോജിപ്പിച്ച് കാണിക്കുകയാണ് പിന്നീട്. കുറച്ച് സങ്കീർണമായിട്ടുള്ള ഭാവങ്ങളും ഭാഷകളും ഭാഗങ്ങളുമാണ് ഇതിൽ. ഇപ്പോൾ പറയാണ്, വികാരത്തിൽ നിന്നുണ്ടായ സൃഷ്ടികാര്യമായിരിക്കുന്ന ലോകം വാസ്തവത്തിൽ ഇല്ലാത്തതാണെങ്കിലും രജോ ഗുണത്തിൻ്റെ കാര്യഭൂതമായിട്ട് ബ്രഹ്മചൈതന്യത്തെ അവലംബിച്ച് അത് വിളങ്ങുന്നു. ബ്രഹ്മചൈതന്യം ഇല്ലെങ്കിലും അതില്ല. അപ്പോൾ ബ്രഹ്മമോ, ബ്രഹ്മം സ്വരാട്ടാണ്, അല്ലേ? താനെ താനെ പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ട് സത്വഗുണകാര്യഭൂതങ്ങളായ ദേവതകളും രജോ ഗുണകാര്യഭൂതങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും തമോ ഗുണകാര്യഭൂതങ്ങളായിരിക്കുന്ന പഞ്ചഭൂതങ്ങളും കൂടിച്ചേർന്ന് പലതായി കാണപ്പെടുന്ന ഈ ജഗത്താകുന്ന ചിത്രം അത് ബ്രഹ്മം തന്നെ, അല്ലേ? ജഗത്ത് മിഥ്യയാണ് എന്ന് പറയുമ്പോഴും ഈ ജഗത്തിന് കാരണമായിരിക്കുന്നത് ബ്രഹ്മമാണ് എന്നുള്ളത് കൊണ്ട് ഈ ജഗത്ത് ബ്രഹ്മം തന്നെയാണ് എന്നും പറയാൻ സാധിക്കും. ഏവം സ്ഫുടം ബ്രഹ്മവിവേകഹേതുഭി പരാപവാദേന വിശാരദേന ഛിത്വാത്മസന്ദേഹമുപാരമേത സ്വാനന്ദതുഷ്ടോഖിലകാമുകേഭ്യ. ഏവം സ്ഫുടം, ഇങ്ങനെ സ്ഫുടമാകുന്ന തരത്തിൽ ബ്രഹ്മവിവേകഹേതുഭി, ബ്രഹ്മത്തെ തിരിച്ചറിയാനുള്ള പ്രമാണങ്ങളെ കൊണ്ടും പരാപവാദേന, പരത്തിൻ്റെ അപവാദം കൊണ്ടും വിശാരദേന, നിപുണനായ ഗുരുവിനെ കൊണ്ടും ആത്മസന്ദേഹം, ആത്മസംബന്ധമായിരിക്കുന്ന സംശയം, ശങ്കയെ ഛിത്വ, നശിപ്പിച്ചിട്ട് സ്വാനന്ദതുഷ്ട, നിജാനന്ദം, ആത്മാനുഭവം, ആത്മരതി, അതുകൊണ്ട് സന്തോഷിച്ചവനായിട്ട് അഖില കാമുകേഭ്യ, എല്ലാത്തിനെയും ആഗ്രഹിക്കുന്ന ഇന്ദ്രിയാദികളിൽ നിന്ന് ഉപാരമേത, ഉപരമിക്കണം എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞതിനെ മുഴുവൻ അവിടെ ഉപസംഹരിക്കുകയാണ് ഭഗവാൻ. ബ്രഹ്മത്തെ ജഡപദാർത്ഥങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഉപകരിക്കുന്ന പ്രത്യക്ഷം, അനുമാനം, പ്രമാണം, നിഗമം തുടങ്ങിയവ കൊണ്ടും ജഡവസ്തുക്കളെ ചൈതന്യത്തിൽ നിന്ന് തള്ളിക്കളയാൻ ഉപകരിക്കുന്ന ഉപായങ്ങളെ കൊണ്ടും അതിന് വഴികാട്ടിത്തരുന്ന ഒരു ഗുരുവിനെ കൊണ്ടും ബ്രഹ്മസ്വരൂപത്തെ അറിയണം. അപ്പോൾ ആത്മാവും ബ്രഹ്മാവും ഒന്ന് തന്നെയോ ഭിന്നമോ? ദേഹം തന്നെയാണോ ആത്മാവ്? ദേഹത്തിൽ നിന്ന് വിട്ടൊരു ആത്മാവുണ്ടോ? ജനന മരണ ദുഃഖങ്ങളുടെ അവകാശി ആരാണ്? ഇങ്ങനെയുള്ള അജ്ഞാനമാകുന്ന, ഇരുട്ടാകുന്ന പല വിധത്തിലുള്ള സംശയങ്ങളും ഇല്ലാതെയായിട്ട് തീരും, അല്ലേ? പ്രചണ്ഡമായ സൂര്യപ്രകാശത്തിൽ അന്ധകാരം എങ്ങനെ ഇല്ലാതെയാവുന്നു? നീഹാരമിവ ഭാസ്കര, അല്ലേ? മഞ്ഞുതുള്ളികൾ എങ്ങനെയാണോ സൂര്യോദയത്തിൽ ഇല്ലാതെയായിട്ട് തീരുന്നത്, സൂര്യപ്രകാശത്തിൽ അന്ധകാരം എങ്ങനെ സൂര്യപ്രകാശത്തിൽ ഇല്ലാതെയായിട്ട് തീരുന്നു, അതേപോലെ ഈ തരത്തിൽ അനേക സംശയങ്ങൾ, ശങ്കകൾ, സന്ദേഹങ്ങൾ ഇല്ലാതെയായിട്ട് തീരും. അപ്പൊ ലൗകികമായ സുഖങ്ങളിൽ നിന്ന് വേറിട്ട അന്യപദാർത്ഥ സംയോഗജന്യമല്ലാത്ത സ്വതസിദ്ധമായ സ്വരൂപഭൂതമായിരിക്കുന്ന ആത്മാനുഭൂതി, ആത്മാനന്ദം ഇന്നതാണ് എന്ന് അനുഭവിച്ചറിയാൻ ഒരു ഉപാസകന് സാധിക്കും. പിന്നെ ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കണം, അല്ലേ? നിസ്സാര വിഷയങ്ങളാണ്. സുഖസ്ഥാനം എന്ന് തെറ്റിദ്ധരിച്ചും കൊണ്ട് കഷ്ടപ്പെടുത്തുന്ന ഇന്ദ്രിയങ്ങളുടെ അധീനതയിൽ നിന്ന് വേറിട്ട് സ്വരൂപാനന്ദം എന്ന നിലയിലേക്ക് എത്തുമ്പോൾ വിഷയോപരതി ഉണ്ടാവുന്നു, വിഷയങ്ങളിൽ നിന്ന് ഉപരതി ഉണ്ടാവുന്നു. ഇങ്ങനെ ഇത് എത്തുന്നത് വരെ ഉചിതമായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഭഗവാൻ പറയുന്നു, നാത്മാവപു പാർത്ഥിവമിന്ദ്രിയാണി ദേവാഹ്യസുർവായുജലം ഹുതാശ മനോന്നമാത്രം ധിഷണാച സത്വമഹങ്കൃതി ഘം ക്ഷിതിരധസാമ്യം. എന്നിട്ട് പറയുകയാണ് ഓരോന്നോരോന്നായിട്ട്.
പാർത്ഥിവം വപു, പൃഥിവിയുടെ ഭൂമിയുടെ വികാരമായിരിക്കുന്ന ദേഹവും, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളും, ദേവതകളും, വായു അസു വായുരൂപമായിരിക്കുന്ന അസു എന്ന് പറഞ്ഞ പ്രാണൻ, ജലം, ഹുതാശഹ വന്ഹി അല്ലെങ്കിൽ അഗ്നി, അന്നമാത്രം മനഃ അന്നം മാത്രമായിരിക്കുന്ന മനസ്സ്, ധിഷണാച ബുദ്ധിയും, സത്വം ചിത്തവും, അഹങ്കൃതി അഹങ്കാരവും, ഘം ക്ഷിതി ആകാശവും ഭൂമിയും, അർദ്ധ ശബ്ദവിഷയങ്ങളും, സാമ്യം പ്രകൃതിയും ന ആത്മ. സാധനം തിരിച്ചറിയാണ് ഇതൊന്നും ആത്മാവല്ല എന്ന് പറയുകയാണ്. ഇവിടെ നിരസിക്കേണ്ട ക്രമം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആദ്യം ശരീരം ഭൂമിയുടെ അംശമാണ്, പൃഥ്വിയുടെ ഭാവമാണ് ശരീരം. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ, രജോഗുണ വികാരങ്ങൾ, അധിഷ്ഠാന ദേവതകളോ സത്വഗുണ കാര്യങ്ങൾ, പ്രാണൻ രജോവികാരം, പിന്നെ അഗ്നി ജലം ആകാശം വായു ഭൂമി ഈ പഞ്ചഭൂതങ്ങൾ തമോ ഗുണകാര്യങ്ങൾ, മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇതൊക്കെ സത്വഗുണാംശം, പ്രകൃതി ഗുണങ്ങളുടെ സാമ്യാവസ്ഥ ഇതൊക്കെ ദൃശ്യങ്ങൾ. അപ്പൊ എൻ്റെ ദേഹം ഇന്ദ്രിയം ബുദ്ധി എന്നിങ്ങനെ വേറിട്ട് കാണപ്പെടുന്നു. ഘടാദി പദാർത്ഥങ്ങൾ ദ്രഷ്ടാവിൽ നിന്ന് ഭിന്നങ്ങളായിരിക്കുന്നത് പോലെ ദ്രഷ്ടാവായിരിക്കുന്ന ആത്മാവിൽ നിന്ന് ഇതൊക്കെ വേറിട്ടതാണ്. അതുകൊണ്ട് ദേഹാദികൾ ഒന്നും തന്നെ ആത്മാവല്ല എന്ന് തിരിച്ചറിവ്. അപ്പോ പറയുകയാണ്, ദേഹം, ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ ദേവതകള്, പ്രാണൻ, ജലം, അഗ്നി, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, വായു, ഭൂമി, ശബ്ദവിഷയങ്ങൾ, പ്രകൃതി ഇതൊന്നും ആത്മാ, ഇതൊന്നും ആത്മാവല്ല എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ 24-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 18-ാമത്തെ ശ്ലോകം മുതൽ 24 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചത്. മറ്റ് ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ
കൂടാതെ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.